നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് ദേ ഇതുപോലെ ആകെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേട്ടോ. ഈ കുഞ്ഞിൻ്റെ കണ്ണ് കണ്ടോ, ഭയങ്കര പച്ച കളറായിട്ട് ഇൻഫെക്ഷൻ പറ്റിയിട്ട് ഏകദേശം കണ്ണിൻ്റെ കാഴ്ച പോകാറായിരിക്കുന്ന അവസ്ഥയാണ്. ഈ കുഞ്ഞിന് എന്താണ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഈ കുഞ്ഞിൻ്റെ ഒരു ബന്ധുവായ ഒരു അമ്മച്ചി ഈ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ച് സ്നേഹപ്രകടനം കാഴ്ചവെച്ചതാണ്, ഒരു ഉമ്മ കൊടുത്തതാണ്. പക്ഷേ ആ ഉമ്മയുടെ കൂട്ടത്തിൽ ഹെർപ്പസ് എന്ന് പറഞ്ഞൊരു വൈറസ് ഈ കണ്ണിൽ കയറി ബാധിച്ച്. ഈ ഹെർപ്പസ് വൈറസ് സർവ്വസാധാരണമായി നമ്മൾ മനുഷ്യരിലൊക്കെ കാണുന്നൊരു വൈറസാണ്. പനി, ചുമ, ജലദോഷം, അതുപോലെ തന്നെ അൾസർ പോലെയുള്ള ചെറിയ ചെറിയ മുറിവുകളൊക്കെ നമ്മുടെ ലിപ്പിലൊക്കെ സംഭവിക്കുന്നതിന് ഈ ഹെർപ്പസ് ആണ് കാരണം. അപ്പോൾ ഈ ഹെർപ്പസ് വൈറസ് കാരണം ചെറിയൊരു പനിയും ഈ അൾസറൊക്കെ വന്ന ഒരു അമ്മച്ചി ഈ കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചതാണ്. പക്ഷേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത സമയത്ത് ഈ കണ്ണിൻ്റെ ഭാഗത്താണ് ഉമ്മ കൊടുത്തത്. അങ്ങനെ ഈ വൈറസ് കണ്ണിൽ കയറിയിട്ട് ഞരമ്പുകളൊക്കെ ബാധിച്ചു. ഞരമ്പുകൾ ബാധിച്ചപ്പോഴത്തേക്കിന് ഈ കുഞ്ഞിന് വേദനകളൊന്നും മനസ്സിലാവത്തില്ല, ഫീൽ ചെയ്യാത്തൊരവസ്ഥ. ഒന്നാമത് കുഞ്ഞാണ്, അപ്പോൾ ഫീൽ ചെയ്യാത്ത അവസ്ഥ. പക്ഷേ ഈ വൈറസ് ബാധിച്ചത് കൊണ്ട് തന്നെ കണ്ണിൽ ചൊറിച്ചിൽ വരുന്നുണ്ടാവും. ചൊറിച്ചിൽ ഇനി മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വേദന അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കൈ വെച്ചിട്ട്, കുഞ്ഞുങ്ങളുടെ നഖമൊക്കെ അറിയാം ബ്ലേഡ് പോലെ ഇരിക്കും, ഈ കൈ വെച്ചിട്ട് അത് മാന്തി ഒരു പരുവാക്കുക. പിന്നീട് ഒരുപാട് മുറിവുകളായിട്ട് വീണ്ടും ഇൻഫെക്ഷൻ കൂടുക. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് എങ്ങനെയും പ്രിവെൻറ്റ് ചെയ്തേ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണ് അടിച്ചു പോകും. ഓൾമോസ്റ്റ് അടിച്ചു പോയ അവസ്ഥയിലാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ണ് കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ ആദ്യമേ വീട്ടുകാർ. പക്ഷേ എന്നിട്ട് കുഞ്ഞല്ലേ അത് വലിച്ചിളക്കി കളഞ്ഞ് പിന്നെയും ചൊറിച്ചിൽ തുടങ്ങിയപ്പോൾ ഡോക്ടർമാരൊരു കാര്യം പറയാം, എന്നെങ്കിൽ പിന്നെ ഈ ഒരു കണ്ണങ്ങ് കുത്തി തയ്ച്ച് വെക്കാം. അങ്ങനെ ഒടുവിൽ ഈ കുഞ്ഞിൻ്റെ കണ്ണ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം, ഒരു കണ്ണ്. അതുകൊണ്ട് ചൊറിയും ഭാഗത്തൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ എന്നാലും ഡോക്ടർമാർ പറയുന്നത് ഇത് ഒരു പരിഹാരമൊന്നുമില്ല, കാരണം വൈറസ് ഒരിക്കലും ഇനി കുഞ്ഞിൻ്റെ ദേഹത്ത് പോകാൻ പോകുന്നില്ല. മാത്രമല്ല ആ കണ്ണ് ഏകദേശം പഴുത്തളിഞ്ഞൊരു ഇൻഫെക്റ്റഡായിട്ട് ഒരു ഇൻക്യൂറബിളായിട്ട് റിക്കവറിങ് പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആ കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, കുഞ്ഞുങ്ങളാണ്, നമ്മുടെ റിലേറ്റീവ്സ് വരും, ബന്ധുക്കൾ വരും, കുട്ടികൾ വരും, എല്ലാത്തരം ആൾക്കാർ വരും. പല പ്രശ്നങ്ങളുള്ളവരൊക്കെ ആയിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല. അവർ സ്നേഹം കൊണ്ടായിരിക്കും കുഞ്ഞിനെ എടുക്കാൻ വരുന്നത്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രതിരോധശേഷിയെ കുറഞ്ഞ അവസ്ഥയാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അവർക്ക് ഈ വൈറസുകളൊക്കെ പെട്ടെന്ന് ബാധിക്കും, അസുഖങ്ങളൊക്കെ. സോ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാക്സിമം ഐസൊലേറ്റ് ആക്കുക, അമ്മയും കുഞ്ഞുമായിട്ടൊരു ബന്ധം വെക്കുക. എല്ലാവരെയും കുഞ്ഞിന് കൈ കൊടുക്കാനോ കുഞ്ഞിനെ കൊണ്ട് എല്ലാവരും കൈ കൊടുക്കുവാനോ ഒന്നും അനുവദിക്കാതിരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് വരത്തില്ല. കാരണം ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല.